ഒന്നാമത്തെ സന്ദർശനത്തിൽ ഏറെ കരാറുകൾ സ്വന്തമാക്കി മടങ്ങിയിരുന്നു ട്രംപ്. ഇത്തവണ പക്ഷേ സ്കോർ ചെയ്തത് സൗദിയാണ്. അവർക്ക് ഇതുവരെ പല ഉപാധികളുടെ പേരിൽ ലഭിക്കാതിരുന്ന ആയുധക്കൂട്ടങ്ങളും പ്രതിരോധ സംവിധാനവുമാണ് ലഭിക്കാൻ പോകുന്നത്. യുഎസിനും വലിയ തോതിലുള്ള നിക്ഷേപം സൗദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സൗദി അറേബ്യയും യുഎസും തമ്മിൽ ഒപ്പിട്ട കരാറുകൾ? യുഎസ് പ്രസിഡന്റ് എന്നതിനപ്പുറം സൗദിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ് ട്രംപ്. സ്വന്തമായി ബിസിനസ് സംരംഭമൊക്കെ ട്രംപിന് സൗദിയിലുണ്ട്. ചൈനയുമായുള്ള താരിഫ് യുദ്ധത്തിലൂടെയൊക്കെ മോശം പ്രതിച്ഛായയിലാണ് നിലവിൽ ട്രംപ് ഉള്ളത്. ആ സുഹൃത്തിന് സൗദി നൽകിയത് അപ്രതീക്ഷിത കരാറുകളാണ്. വെറുതെയല്ല. ഇനി ഒരു പ്രസിഡന്റും യുഎസിൽ വന്നാൽ ഇതുപോലൊന്ന് സൗദിക്ക് ലഭിക്കുമോ എന്ന് സംശയമാണ്. മെയ് 14 നടന്ന യുഎസ് പ്രസിഡന്റിന്റെയും സൗദി കിരീടാവകാശിയുടെയും കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധത്തിലെ നിർണായക ദിവസമായി മാറി. അന്ന് ഒപ്പിട്ട കരാറുകൾ ചരിത്രത്തിലേക്കുള്ളതാണ്. അവയുടെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. യുഎസിലേക്ക് സൗദി അറേബ്യ നൽകാൻ പോകുന്നത് $600 ബില്യൺ കരാറുകളാണ്. അതായത് ഏകദേശം 5 ലക്ഷത്തോളം കോടി രൂപ. സ്വപ്ന തുല്യമായ കരാർ. ഇത്രയും തുകക്കുള്ള നിക്ഷേപം സൗദി യുഎസിൽ നടത്തും. ഊർജം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യം, ധാതു വിഭവങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലാകും ഇത്. $142 ബില്യൺ അഥവാ ഏകദേശം 1,18,00,000 കോടി രൂപ മൂല്യമുള്ള യുഎസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ വിൽപ്പന കരാറും സൗദിക്കായി ട്രംപ് ഒപ്പുവെച്ചു. സൗദി യുഎസ് സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാൻ പോകുന്ന $600 ബില്യൺ. ഇത് യുഎസിൽ തൊഴിലവസരങ്ങൾ, നവീനത, ദേശീയ സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കും. $142 ബില്യൺ പ്രതിരോധ കരാർ ചരിത്രത്തിലെ ഏറ്റവും വലുതുകൂടിയാണ്. സൗദി സായുധ സേനയ്ക്ക് 1 ഡസനിലധികം യുഎസ് പ്രതിരോധ കമ്പനികളിൽ നിന്നും അത്യാധുനിക യുദ്ധോപകരണങ്ങളും സേവനങ്ങളും നൽകും. ഈ കരാർ സൗദി വ്യോമസേനയുടെ ആധുനികവൽക്കരണം, ബഹിരാകാശ ശേഷികൾ, വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, സമുദ്ര തീരദേശ സുരക്ഷ, അതിർത്തി സുരക്ഷ, കരസേനയുടെ നവീകരണം, വിവര ആശയവിനിമയ സംവിധാനങ്ങളുടെ നവീകരണം എന്നിവ ഉൾക്കൊള്ളുന്നു. സൗദിയുടെ സൈനിക അക്കാദമികളുടെ ശേഷി വർദ്ധിപ്പിക്കലും മെഡിക്കൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തലും ഈ കരാറിന്റെ ഭാഗമാണ്. യുഎസ് സാങ്കേതിക വിദ്യയിലൂടെ സൗദി അറേബ്യയുടെ പ്രതിരോധ ശേഷിയും മേഖലാ സുരക്ഷയും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. പ്രതിരോധ കരാറിന് പുറമെ സാങ്കേതിക മേഖലകളിലും കരാറുകളുണ്ട്. സൗദി അറേബ്യയിലെ ഡാറ്റ വോൾട്ട് എന്ന കമ്പനി യുഎസിൽ AI ഡാറ്റാ സെന്ററുകൾക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി $20 ബില്യൺ നിക്ഷേപിക്കും. ഗൂഗിൾ, ഡാറ്റ വോൾട്ട്, ഒറാക്കിൾ, സെയിൽസ് ഫോഴ്സ്, AMD, ഊബർ എന്നീ കമ്പനികൾ ഇരു രാജ്യങ്ങളിലും $80 ബില്യൺ അത്യാധുനിക സാങ്കേതിക നിക്ഷേപവും നടത്തും. ഇത് സൗദിക്കും നേട്ടമായി മാറും. ഹിൽ ഇന്റർനാഷണൽ, ജേക്കബ്സ്, പാസൺസ് എന്നിവ പ്രസിദ്ധമായ യുഎസ് കമ്പനികളാണ്. ഈ കമ്പനികൾ സൗദി അറേബ്യയിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളം, കിങ് സൽമാൻ പാർക്ക്, ദി വോൾട്ട്, കിദ്യ സിറ്റി എന്നീ പദ്ധതികൾക്കായി $2 ബില്യൺ സേവന കയറ്റുമതിയും കരാർ പ്രകാരം നടത്തും. വ്യോമമേഖലയിൽ ബോയിങ് $4.8 ബില്യൺ 737-8 യാത്രാ വിമാനങ്ങൾ നൽകുന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. റിയാദ് എയറിന്റെ മുഖം ഇതുവഴി മാറും.
വ്യോമയാന മേഖലയിലെ ചരക്കുനീക്കം എളുപ്പമാക്കുന്നതാണ് അടുത്ത കരാർ. ഇത് പ്രകാരം US എയർലൈനുകൾക്ക് സൗദി അറേബ്യയിൽ ചരക്കെത്തിച്ച് അവിടെ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നേരിട്ട് പറക്കാൻ അനുമതി ലഭിക്കും. ഇതേ സൗകര്യവും അവകാശവും സൗദി വിമാന കമ്പനികൾക്ക് US ലഭിക്കും. GE വെർണോവ ഗ്യാസ് ടർബൈനുകളും ഊർജ പരിഹാരങ്ങളും കയറ്റുമതിയിലൂടെ നൽകും. $5 ബില്യൺ ഊർജ നിക്ഷേപ ഫണ്ട് US ഊർജ മേഖലയിൽ സൗദി നൽകും. $5 ബില്യൺ മറ്റൊരു ശേഖരം ന്യൂ എറ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ടെക്നോളജി ഫണ്ട് പ്രതിരോധ ബഹിരാകാശ സാങ്കേതിക വിദ്യകളിലേക്കാണ്. $4 ബില്യൺ നിക്ഷേപം കായിക മേഖലയിലേക്കുമുണ്ട്. നാസയുമായും സൗദി സ്പേസ് ഏജൻസിക്ക് കരാർ ഒരുങ്ങിയിട്ടുണ്ട്. അൽ ഉലായിലെ റോയൽ കമ്മീഷനുമായും US വിവിധ കമ്പനികൾ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. വംശനാശ ഭീഷണിയിലുള്ള അറേബ്യൻ ലെപ്പാഡിന്റെ സംരക്ഷണത്തിനായി വാഷിംഗ്ടണിൽ ഒരു പ്രത്യേക പ്രദർശനത്തിനും ഈ സന്ദർശനത്തിൽ വെച്ച് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളെക്കാൾ കരാറാണ് ഒപ്പിട്ടത്. ഇലോൺ മസ്ക് ഉൾപ്പെടെ പ്രമുഖർ ഈ കരാറുകളിൽ നേരിട്ട് ഒപ്പിടാനായി റിയാദിലെത്തിയിരുന്നു. കഴിഞ്ഞ 8 ദശകങ്ങളായി ശക്തമാണ് US സൗദി ബന്ധം. അതിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഇവിടെ വന്നെത്തിയ ബിസിനസ് പ്രമുഖർ. $129 ബില്യൺ മൂല്യമുള്ള സജീവ കരാറുകളോടെ സൗദി അറേബ്യ US ഏറ്റവും വലിയ വിദേശ സൈനിക വിൽപ്പന പങ്കാളി കൂടിയായി ഈ സന്ദർശനത്തിലൂടെ മാറുകയാണ്.